ഹേ ഗൈസ്, അപ്പോൾ നാളെയാണ് അച്ഛൻ്റെ അമ്മയുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടേ? നമുക്ക് സർപ്രൈസ് നമുക്ക് എന്തെങ്കിലും പാക്ക് ചെയ്താലാ ഗൈസ്? അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതുണ്ട്, അതാണ് സാധനം. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട, നിങ്ങൾ നാളെ ഒരു വീഡിയോ വരും, നിങ്ങൾ അത് കണ്ടാൽ മതി. അപ്പം എന്തോ നിങ്ങൾക്ക് ചെറുതായിട്ട് ക്ലൂറ്റ് കാണും, അത് നിങ്ങൾ ഫുള്ള് നാളെ കണ്ടാൽ മതി ഗൈസ്. അപ്പോൾ നമുക്ക് അമ്മ താഴെ കൊണ്ടാണ് നീ റെക്കോർഡ് ചെയ്യുന്നത് പോലും പതുക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യാം. അപ്പം എനിക്ക് ഒന്നാമതേ അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കുട്ടിയാണ് പാക്ക് ചെയ്യുന്നത്. അവിടെ ഇട്ടിട്ട് കത്രിക അപ്പോൾ തൊട്ട് അവളെ ടേബിളിൽ ഇരിപ്പുണ്ട് കത്രിക. എന്നിട്ടാണ് ഞാൻ അവിടെ കിടന്ന ലൈറ്റും ചട്ടി പൊട്ടിച്ച് ചാടി എഴുന്നേറ്റ് ഇവർക്ക് എങ്ങനെയെങ്കിലും സർപ്രൈസ് കൊടുക്കണം. ഒരു വർഷം പോലും എനിക്ക് നിജ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ പറ്റൊന്നും പറ്റില്ല. ചില ദിവസം ഞങ്ങളിവിടെ കാണത്തില്ല, ചില ദിവസം ഞാൻ അമ്മൂമ്മയുടെ വീട്ടിലായിരിക്കും. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു, പക്ഷെ കേക്ക് മുറി അങ്ങനെയൊന്നും ചിലപ്പം കാണുമേ. അത് ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒറ്റ ബർത്ത്ഡേ പോലും ആഘോഷിക്കാതിരുന്നിട്ടില്ല. 1, 2, 3 വയസ്സിനൊന്നും അറിയില്ല, 4 വയസ്സ് തൊട്ട് അല്ല 5 വയസ്സ് തൊട്ട് എനിക്കെല്ലാം അറിയായിരുന്നു. 5ാമത്തെ ബർത്ത്ഡേ മുതൽ എനിക്ക് ഈ മാസമാകുമ്പോൾ 14 വയസ്സാകും. ഇത്രയും നാളും അവരെനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും അവരെനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതും എല്ലാം കൊടുക്കും. നമ്മളും കൂടെ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത് 2 വർഷം കൊണ്ട് ഞാൻ ഇവർക്ക് എന്താ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും നാളായി കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവർക്ക് കുഴപ്പം കാണത്തില്ല, അവർക്ക് നമ്മൾ കൊടുക്കുന്നതൊന്നും. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരിതുണ്ടാവുമല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കീറാൻ അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ വെച്ച് പിന്നെ അവസാനം ഞാൻ കൈ വെച്ച് വലിച്ച് കീറി കുളമാക്കി എടുത്ത് നമ്മൾ നല്ലൊരു വൃത്തിയുള്ള പീസ് വെച്ചിട്ടാണ് നമ്മൾ അത് പൊതിയാൻ പോകുന്നത്. നിങ്ങൾ ശരിക്കും എന്താണ് ഞാൻ ഇത്രയും സൗണ്ട് കുറച്ച് പറയുന്നതെന്ന് വെച്ചാൽ, കാരണം ഈ എടുത്ത അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതും. അതേപോലെ അമ്മ താഴെ ഉണ്ട്, അമ്മയ്ക്ക് പനിയാണ്, എന്നാലും അമ്മ കേൾക്കില്ലല്ലോ ഇതൊന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൗണ്ട് കുറച്ച് പറയുന്നത്. അത് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി, കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അമ്മയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ആണ് ഇപ്പം ഞാനത് എല്ലാം പൊതിയാണ്. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗിഫ്റ്റ് മേടിച്ച് അവർക്ക് 2 പേർക്കും ഉള്ള ഗിഫ്റ്റാണ് ഇപ്പം ഞാൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വൈറ്റ് ടേപ്പ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ബ്ലാക്ക് അതും ഈ വയറൊട്ടിക്കുന്ന ടേപ്പ് വെച്ചാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് എന്തോന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. സൗണ്ട് അത്രയ്ക്ക് കുറവായതുകൊണ്ടാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിടാൻ വിചാരിച്ചത്. അങ്ങനെ കീറി എല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നെരിച്ചൊന്നും ഒട്ടിക്കുക അറിഞ്ഞൂടെ. എന്നിട്ട് ഞാൻ ഓരോന്നും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി, എനിക്ക് കാരണം എന്നെ പഠിപ്പിക്കാനും അതിനൊക്കെ വേണ്ടിയാണ്. അച്ഛൻ രാവിലെ പോയിട്ട് അച്ഛൻ ഹോട്ടലിലാണ് അത് ചെയ്യുന്നതൊക്കെ കാണുമ്പം നമുക്ക് സങ്കടം വരും. അതിനു വേണ്ടി എൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ വർഷം കേക്ക് ഒന്നും ഇല്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും അവരെ ഭയങ്കര ഒരിതാക്കണമെന്നുള്ള എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അപ്പം അത് ആ ബ്ലാക്ക് ടേപ്പ് വെച്ച് കുത്തിയിരുന്ന് ഒട്ടിച്ചോണ്ടിരിക്കുക. അതേപോലെ ഈ മാസം എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അവരെന്തായാലും എനിക്ക് ഗിഫ്റ്റ് എടുക്കുക, ചിരുവായിരിക്കാം ഒന്നില്ലായിരിക്കാം, അവർ തന്നാലില്ലെങ്കിലും. പക്ഷേ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൊടുക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇട്ട് ആഗ്രഹിച്ച് വെച്ചേക്കാണ്. അപ്പം എന്തായാലും ഞാനെല്ലാം ഒട്ടിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് ജനലിൽ വെച്ചിട്ടാണ് ഫോൺ ചെയ്തത്, ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അച്ഛനൊക്കെ രാവിലെ 5 മണിക്ക് പോയാൽ 10 മണിക്കാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്കതൊക്കെ കാണുമ്പം അങ്ങനെ നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നവർ. അപ്പം ഞാൻ ഓവറായിട്ട് പറയുന്നില്ല, നമ്മൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു ട്യൂൺ ഇടുകയാണ്. അപ്പം എന്തായാലും ഞാൻ നമ്മളാണ് എല്ലാം ഒട്ടിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അത് ഒട്ടിച്ച് ഒരു വിധം അത് സെറ്റാക്കി എങ്ങനെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സാധനമുണ്ട്, നമുക്കതെടുത്താലാ ഗൈസ്. നമുക്ക് അടുത്തെന്ന് വെച്ചാൽ അത് അച്ഛനെ ഉള്ള സാധനമാണ്. അതെന്താ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ഗൈസ്. അപ്പോൾ എന്തോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഓക്കെ, പക്ഷെ ഞാൻ എന്തെന്ന് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് അച്ഛനുള്ള സാധനമാണ്. ഇത് അച്ഛനും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് പെട്ടി കാണുമ്പോൾ ചില മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഒരു പണി കിട്ടി ഗൈസ്. ഞാൻ എടുത്ത് പേപ്പർ ചെറുതായി പോയി. ഇനി നമുക്ക് ഉള്ള പേപ്പറിനെ ഇച്ചിരി കട്ട് ചെയ്ത് വന്നിട്ട് ബാക്കി വെച്ച് പൊതിയാം. അപ്പം നമുക്ക് ഗൈസ് അങ്ങനെ ഞാനത് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഓരോന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പണിതുകൊണ്ടിരിക്കുന്നത് മീൻസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും നേരെ ചെയ്യുന്ന ഒട്ടിക്കാമെന്ന് പറഞ്ഞാൽ കാരണം ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇച്ചിരി വൃത്തി വേണമല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ചുരുട്ടി മടക്കി ടേപ്പ് വലിച്ച് കയറുന്ന നോക്കിയാൽ ബ്ലേഡ് കാണുന്നില്ല, ബ്ലേഡ് മുറിയുന്നില്ല. കാരണം ഞാനിവിടെ മേളിൽ ലൈറ്റൊക്കെ ഒട്ടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ വരും. അത് ഞങ്ങൾ ഒത്തിരി പാട്ടിട്ടാണ് ഞാൻ അതൊക്കെ ഞങ്ങളത് മേളത്തെ ലൈറ്റൊക്കെ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ബ്ലേഡ് മൂർച്ചയൊക്കെ പോയി, അതുപോലെ കത്രികയുടെ ഇത് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം കൈ വെച്ച് ഒട്ടിച്ചിട്ട് ബ്ലേഡിന് ചെറിയ മൂർച്ചയാണ്. പക്ഷെ കത്രികയ്ക്ക് ഒരു ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് പോലും നടക്കുന്നില്ലായിരുന്നു. അവസാനം ഞാൻ ആ ബ്ലേഡ് വെച്ച് ബ്ലേഡ് കാണുന്നില്ല. അതാണ് കുഴപ്പം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ബ്ലേഡ് വെക്കും, പിന്നെ എനിക്ക് തന്നെ ഓർമ്മ കാണത്തില്ല. ദേഷ്യം വന്നിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുകയാണ് ഗൈസ്. പിന്നെ അവസാനം അത് എവിടെ കിടപ്പുണ്ട്, കൊച്ചു താഴെ തന്നെ കിടപ്പുണ്ടായിരുന്നു, കിട്ടി എന്ന് ബാക്കി പറയുന്നുണ്ട് ഗൈസ്. എന്നാലും ഞാൻ അത് എങ്ങനെയൊക്കെയോ അതെടുത്ത് ഒട്ടിച്ച് ആ പെട്ടിയും സെറ്റാക്കിയാണ്. അതേപോലെ അതും ബാക്ക് വാഷ് അത് വെച്ച് നീളം കൂടുതലാണ്. ഞാൻ 2 മടക്കിയിട്ട് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഇച്ചിരി പാടുണ്ട്. എന്നാലും ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ചെയ്ത് കൊടുക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ച് ഇന്ന് രാത്രി അവർക്ക് ഗിഫ്റ്റ് എടുത്ത് കൊടുത്താലോ ഒന്ന്. പിന്നെ വിചാരിച്ച് നാളെ അതോ ഒരു കേക്ക് മേടിച്ചില്ലെങ്കിലും ഒരു പ്ലം കേക്കെങ്കിലും ഇവരെ കൊണ്ട് മേടിച്ച് മുറിപ്പിച്ചിട്ട് ആ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറയും എനിക്ക് അതിനെ ട്യൂട്ടർ കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞ് മേടിക്കും. അങ്ങനെ ആ പെട്ടി ഗൈസ്. അടുത്ത ഒരു സാധനം കൂടെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ അമ്മയ്ക്കാണ്. അതിൻ്റെ അകത്തുള്ള സാധനം വേറെയും പുറത്തുള്ള പെട്ടി വേറെയാണ്. കാരണം ഞാൻ എടുത്ത സാധനത്തിലുണ്ട് പെട്ടിയൊന്നും ഉള്ള സാധനമല്ല ഞാൻ എടുത്തത്. ഞാൻ അമ്മയ്ക്ക് 2 സാധനവും അച്ഛന് 2 സാധനം എന്നും പറഞ്ഞാണ് ഞാൻ എടുത്തേക്കുന്നത്. അമ്മയ്ക്ക് എടുത്ത് എന്തോ നിങ്ങളങ്ങനെ കാണണ്ട ഗൈസ്. ഞാൻ കാണണ്ടെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നാളെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ടല്ലോ. ഇപ്പോൾ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ മുറിച്ചെടുത്തത് അളവ് ശരിയായില്ല. പക്ഷെ എനിക്കറിയാം ഇങ്ങനെ പണി കിട്ടുമെന്നുള്ളത്. ഞാൻ 2 ഗിഫ്റ്റ് പേപ്പറാണ് മേടിച്ചത്. അങ്ങനെ വേറെണ്ണമുണ്ട്, പക്ഷേ 2 5 രൂപയുള്ളൂ. പക്ഷെ അത് പുറത്താണ് ഗൈസ്. നല്ല വലിപ്പമുള്ള പേപ്പറാണ് കിട്ടുന്നത്. പേപ്പറാണ് ഞാൻ മേടിച്ചത്. പേപ്പറുണ്ട്, പ്ലാസ്റ്റിക്കുണ്ട്. പ്ലാസ്റ്റിക്കാണ് ഞാൻ പെട്ടി ചുരുട്ടി കൂട്ടേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ മേടിച്ചത്. പ്ലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്യാൻ കത്രിക പോലും നേരെയില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റി. പിന്നെ പേപ്പർ കൈ വെച്ച് നശിപ്പിച്ച് നമ്മൾ ആ ഒരു ഭാഗം വൃത്തിയായിട്ട് കട്ട് ചെയ്യണമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എല്ലാം കൂടെ അവസാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് സെറ്റ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാം വീഡിയോയ്ക്ക് ലിങ്ക് ഓവറായിപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.